മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കൂടുന്നതിനനുസരിച്ച് പ്രതിസന്ധികളും വരുമെന്നുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകൾക്കിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് കൊണ്ടുവെക്കണം എന്നൊരു അഭിപ്രായത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് മുല്ലപ്പെരിയാർ പ്രദേശത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം 999 വർഷത്തേക്ക് കരാർ കൊടുത്തുകൊണ്ട് പാട്ടം കൊടുത്തുകൊണ്ട് പണിത ഡാമാണ്. പക്ഷേ അത് പണിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആ ഡാമിൻ്റെ പുറത്ത് ഒരു സ്വാധീനവുമില്ല, ആ കൺസ്ട്രക്ഷനിൽ ഒരു സ്വാധീനവുമില്ല. നമ്മൾ തറ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ഡെക്കറേഷനും ഇല്ലാതെ പറഞ്ഞാൽ തറ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, ലീസിന് കൊടുത്തിരിക്കുന്നു. എത്ര വർഷത്തേക്ക്? 999 വർഷത്തേക്ക്. അവരെന്ത് ചെയ്യും? ഡാം കെട്ടും, ഡാം പരിപാലിക്കും, എല്ലാം അവർ ചെയ്യും. ഇതാണ് കരാർ. 999 വർഷത്തേക്ക്. ഈ കരാർ ഉണ്ടായതിനു ശേഷം ആ 999 വർഷത്തേക്ക് ഒരു ഡാം വരുമ്പോൾ ആ ഡാമിൻ്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് മേൽനോട്ടമില്ലാത്തത് കൊണ്ടും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ബ്രിട്ടീഷുകാരനായ ഗനീപിക് എന്ന് പറയുന്ന സാഹിബ് ഇത് പണിതത് കൊണ്ടും ഒരുപാട് ആളുകൾ ഇതിനകത്ത്, മറ്റ് ബ്രിട്ടീഷുകാരും തമിഴ്നാട്ടുകാരും ഇതിനകത്ത് ഇടപെട്ട് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയത് കൊണ്ടും, ബ്രിട്ടീഷുകാരാണല്ലോ പണിത് കൊടുത്തത്, മുന്നോട്ട് നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷനിലോ ഇതിൻ്റെ മെറ്റീരിയലിലോ നമുക്കൊരു കൺട്രോളും ഇല്ലായിരുന്നു. നമ്പർ 1. നമ്പർ 2, ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ സ്റ്റാൻഡേർഡ് സിമൻറ്റ്, ചുടുകല്ല്, മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന RCC സ്ട്രക്ചറൊക്കെ പോലെ ചെയ്യുന്ന പോലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് സുർക്കിയും ചുണ്ണാമ്പും എത്ര കാലം സ്റ്റേബിളായി നിൽക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ, ചുണ്ണാമ്പ് കൊണ്ടും സുർക്കി കൊണ്ടും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ എത്ര കാലം സ്റ്റേബിളായി നിൽക്കും എന്ന് ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പറയാൻ എംബുക്കൊക്കെ എടുത്ത് എഴുതും പോലെ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു കൊട്ടത്താപ്പ് പരിപാടിയിൽ അതങ്ങ് ചെയ്തു. എന്നാൽ അത് കാലാകാലങ്ങളിലായി അതിൽ ചോർച്ചയുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, അങ്ങനെ വരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന അത് പറയാനല്ല, പുതിയൊരു കാര്യം പറയാനാണ്. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ 1957 ഇന്ത്യക്ക് കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും രൂപീകരിക്കുന്നതിന് മുമ്പും ദിവാൻ്റെ കാലഘട്ടത്തിലൊക്കെ, സർ CP രാമശമ്മയ്യയുടെ കാലഘട്ടത്തിലൊക്കെ വലിയ കേസുകൾ മദ്രാസ് ഹൈക്കോടതിയുമായിട്ടും നമ്മുടെ കോടതിയിലൊക്കെ നടന്നു. അതെല്ലാം നടന്നു വന്നതിന് ശേഷം അച്യുതമേനോൻ്റെ കാലത്ത്, ഭരണസമിതിയുടെ കാലത്ത് കരാറ് പുതുക്കി കൊടുക്കുകയും ചെയ്തു. കരാർ പുതുക്കിയെന്ന് പറഞ്ഞാൽ ലീസ് കരാറല്ല പുതുക്കിയത്. ലീസ് കരാറുണ്ട്, മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന്, വല്ല ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. കാര്യം അവർ ഇറിഗേഷന് വേണ്ട മാത്രമാണ് വെള്ളം ആദ്യം ഉപയോഗിച്ചുകൊണ്ടത്, പിന്നെ അത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി പല പല കാര്യങ്ങൾ അവർ ചെയ്തു. അതെല്ലാം കൂടി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പണമൊക്കെ ഈ തരുന്ന തറവാടകയൊന്ന് കൂട്ടിക്കൊണ്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചില കരാറുകൾ, ഒരു ഉപകരാർ എന്ന് പറയാം, ചില ധാരണയാണ്, കരാറെന്ന് പറയാൻ പറ്റില്ല, ചില ധാരണകൾ, എഗ്രിമെൻറ്റുകൾ തമിഴ്നാട്ടുമായി അച്യുതമേനോൻ്റെ കാലത്തും ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായി ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് ഡാം വീണ്ടും ഇൻസ്റ്റേബിൾ ആണ് എന്നുള്ള, അല്ലെങ്കിൽ ഡാമിന് സ്റ്റെബിലിറ്റി ഇല്ല, അത് പൊട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള പഠനങ്ങൾ വരുന്നു. ബോംബെ IIT, റൂർക്കി IIT വരുന്നു, മദ്രാസ് IIT ബന്ധപ്പെട്ട പഠനങ്ങൾ വരുന്നു, വിവിധ IIT-കളുടെ പഠനങ്ങൾ വരുന്നു, തമിഴ്നാട് ഗവൺമെൻറ്റിന് വേണ്ടി പഠനങ്ങൾ നടക്കുന്നു, കേരള ഗവൺമെൻറ്റിന് വേണ്ടി പഠനം നടക്കുന്നു. ഇതെല്ലാം കൂടി വന്ന് അവസാനം സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നു, സ്വകാര്യ വ്യക്തികൾ കൊണ്ട് കേസ് കൊടുക്കുന്നു, ഗവൺമെൻറ്റുകളുടെ കേസായി. ഇങ്ങനെ സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് തോക്കുന്നു. പിന്നെ അതിനുശേഷം ചില അനുകൂലമായ ചില നടപടികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളൊരു വാർത്തയും കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇത് പറയാനുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് പുതിയ ഡാം വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. പുതിയ ഡാം വേണം എന്നൊരു വിഭാഗം, വേണ്ട എന്നൊരു വിഭാഗം. വേണമെന്ന് പറയുന്നവരോടും വേണ്ട എന്ന് പറയുന്നവരോടുമാണ് ഇനിയുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഈ പുതിയൊരു ഡാം 450 കോടി രൂപയ്ക്ക് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഏകദേശം ഇപ്പോൾ ഇരിക്കുന്ന ഡാമിൻ്റെ താഴേക്ക് ഒരു 150 മീറ്റർ താഴോട്ട് ആണ് ഡാം വരുന്നുവെന്ന് പറയുന്നു. ഡാമിൻ്റെ സൈറ്റൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ചോദ്യം, അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇതിന് കൃത്യമായി ഉത്തരം പറയേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. കാര്യം അവരാണല്ലോ ഈ പ്ലാനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടാണ് ചോദ്യം. അതുപോലെ ഡാമിനെ അനുകൂലിക്കുന്നവരോടും പ്രതികൂലിക്കുന്നവരോടും ഈ ചോദ്യമുണ്ട്. ചോദ്യം നമ്പർ 1, പുതിയ ഡാം കെട്ടുന്നതിന് 450 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തു. ആ രൂപയിൽ ഇനി ഡാം കെട്ടാൻ പറ്റുമോ? ചോദ്യം നമ്പർ 2, ആ ഡാം കെട്ടുന്നതിൻ്റെ സൈറ്റ് ഇങ്ങോട്ട് 150 മീറ്റർ താഴെയാകുമ്പോൾ പഴയ ഡാമിലെ ജലനിരപ്പ് അതിപ്പോൾ ഉള്ള ഡാമിലെ ജലനിരപ്പ് എത്രയായി താഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എത്രയായി നിലനിർത്തിയായിരിക്കും പുതിയ ഡാം കെട്ടുന്നത്? നമ്പർ 3, പുതിയ ഡാം കെട്ടുമ്പോൾ എത്ര വനപ്രദേശമാണ് വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നത്? നമ്പർ 4, അങ്ങനെ പോകുമ്പോൾ എന്തുമാത്രം മരങ്ങളും വൃക്ഷങ്ങളും വൃക്ഷലതാദികളും മൃഗങ്ങൾക്കും അത് സബ്മർജ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഡാം സൈറ്റിന് വേണ്ടി എടുക്കേണ്ടി വരും?
അങ്ങനെ അടുത്തത് 5ാമത്തെ ചോദ്യമേ വരുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ അതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി തരുമോ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ അനുമതി ആവശ്യമുണ്ടോ? അടുത്ത ചോദ്യം, സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ അനുമതി ആവശ്യമുണ്ടോ? അടുത്ത ചോദ്യം, തമിഴ്നാടുമായി ബന്ധപ്പെടുത്തി തമിഴ്നാട് നമ്മളോട് ഒന്നിച്ചിരുന്നിട്ടാണോ ഈ ഡാമിൻ്റെ സൈറ്റ് നോക്കിയത്? അടുത്ത ചോദ്യം, അങ്ങനെ ഡാം കെട്ടുമ്പോൾ ഈ 999 വർഷത്തേക്കുള്ള കരാർ റദ്ദാകുമോ? അതിനേക്കാൾ ഗൗരവതരമായ ഒരു ചോദ്യമാണ്, 999 വർഷത്തേക്ക് എഴുതിയ കരാർ എഴുതിയ ഒരു സ്ഥലം കൊടുത്ത് പണിതൊരു ഡാം ഇപ്പോൾ 10, 100, 120, 130 വർഷം കഴിയുമ്പോൾ ഇനിയുമുണ്ട് 700 വർഷമാകാൻ, 999 ആകാൻ. ആ 700 വർഷത്തേക്ക് പുതിയ ഡാമിൻ്റെ കരാർ കൊടുക്കുമോ? ഏതെങ്കിലും ഒരു എഞ്ചിനീയർ, അത് ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന എഞ്ചിനീയർ വന്ന് പറയും ഈ ഡാം ഇതാ പുതിയതായി കെട്ടിയ ഡാം 730, കാരണം 999 കൊടുക്കാനുണ്ട് കരാർ അനുസരിച്ച്, അതിൽ 100, 130 വർഷം പോയി ബാക്കി വരുന്ന 760 വർഷത്തേക്ക് ഈ ഡാം നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു 100, 150 വർഷമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ ഡാം കെട്ടുമോ വീണ്ടും 100, 150 വർഷം കഴിയുമ്പോൾ? അപ്പോൾ അതിൻ്റെ പണം ആരെടുക്കും? ഇങ്ങനെ കെട്ടി ഒരു 100 വർഷമാണ്, ഒരു 150 വർഷമാണെങ്കിൽ ഡാമിൻ്റെ ആയുസെന്ന് പച്ചാൽ 750 വർഷത്തേക്ക് ഇനി അവരെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 5 ഡാം കെട്ടണം താഴോട്ടേക്ക്. അപ്പോൾ 5 ഡാമായി, ഇപ്പോൾ 6 ഡാമായി, പിന്നെ മുല്ലപ്പെരിയാർ ഡാം നേരത്തുള്ള. അപ്പോൾ 7 ഡാമുകൾ കൊണ്ട് മാത്രമേ ഇനി ഈ പറയുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തമിഴ്നാടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയില്ലേ എന്ന് ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ഗവൺമെൻറ്റിനും ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധർക്കും ബാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ 7 ഡാം പണിയുമോ? അതോ ഇനി പണിയുന്ന ഒരു ഡാം കൊണ്ട് 999 വർഷത്തേക്കുള്ള കരാറ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ ബാക്കി വരുന്ന 700 വർഷങ്ങൾക്കുള്ള? ഇനി ഇതിനിടയിൽ അവിടെ ഭൂകമ്പം വരില്ല എന്ന് പറയാൻ എന്താണ് സാധ്യത? ഇനി ഹൈഡ്രോളിക് മെഷേഴ്സ് എന്ന് പറയുന്ന വലിയ മഴ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പോലുള്ള വളരെ വലിയ മഴ, മേഘവിസ്ഫോടനം പോലുള്ള മഴ പെയ്യില്ല എന്ന് ആരാണ് പറയുന്നത്? എന്ത് ഡേറ്റയാണ് നമ്മുടെ മുന്നിലുള്ളത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ പുതിയ ഡാം ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കണ്ടിട്ടാണോ, ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ പുതിയ ഡാം? ഇനിയുമുണ്ട് അടുത്ത കഥ. പുതിയ ഡാം പണിയുമ്പോൾ സ്വാഭാവികമായും വർഷം അവർ ചിലപ്പോൾ സമ്മതിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ വർഷത്തിൻ്റെ കാര്യം പറഞ്ഞു. ബാക്കിയുണ്ട് കാര്യം. പുതിയ ഡാം ആകുമ്പോൾ പുതിയ കരാർ, പുതിയ താരിഫ്, കരാർ എന്ന് പറയുമ്പോൾ താരിഫ്, പുതിയ താരിഫ് പോകുമ്പോൾ അത് തമിഴ്നാടിന് അനുവാദമാകുമോ, അല്ലെങ്കിൽ അവർ സമ്മതിക്കുമോ? അടുത്ത ചോദ്യം, പുതിയ ഡാം എന്ന് പറയുമ്പോൾ പുതിയ താരിഫ് ആകുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വെള്ളം കൊടുക്കുമോ? അതിൽ നിന്ന്, പുതിയ ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വെള്ളം കൊടുക്കുമോ? അടുത്ത ചോദ്യം, ഡാം മാത്രമല്ലേ നമ്മൾ പണിയുള്ളൂ, ബാക്കി അക്സസറീസ് ആര് പണിയും? അക്സസറീസ് വേണമല്ലോ. ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക്, പിന്നെ പൈപ്പുകളും, പിന്നെ ഒരുപാട് സാധനങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണമല്ലോ. ആ കൊണ്ടുപോകുന്നത് അവിടുത്തെ റിസർവോയർ പണിയണം, ഡാമിൽ നിന്ന് ഒരുപാട് പൈപ്പുകൾ ഇടണം. അങ്ങനെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ ആര് ചെയ്യും? ഇനി തമിഴ്നാട്ടിൽ ചെയ്യേണ്ട അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് കേരളം പണം മുടക്കുമോ? കേരളത്തിൽ ചെയ്യേണ്ട അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഡാമുമായി ബന്ധപ്പെട്ടതിന് തമിഴ്നാട് പണം മുടക്കുമോ? തമിഴ്നാട് പണം മുടക്കിയാൽ തമിഴ്നാട് ജനത തമിഴ്നാട് പാർട്ടികളെ വിടുമോ, മുന്നണിയെ വിടുമോ? കേരളം പണം മുടക്കിയാൽ കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വിടുമോ? ഏത് ഗവൺമെൻറ്? ഈ മീൻസ് X or Y, LDF ആയാലും UDF ആയാലും ആരായാലും ഈ ഗവൺമെൻറ്റുകളെ വിടുമോ? ഇനി തമിഴ്നാട്ടിലേക്ക് പുതിയ ഡാം പണിതിട്ട് പഴയ ഡാമിനനുസരിച്ച് വെള്ളം കൊടുക്കാതെ വന്നാൽ തമിഴ്നാട്ടുകാരിൽ കലാപം ഉണ്ടാവില്ലേ? ഇത് വലിയ സങ്കീർണമാണ് വിഷയം. ആ സങ്കീർണമായ വിഷയത്തെ, ഇതിൻ്റെ എല്ലാ വശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു എന്താണ് പിന്നെ ഒരു അനാലിസിസ്, ഒരു സോർട്ട് അനാലിസിസ് നടത്താതെ, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്, ഇതാണ് സോഫ്റ്റ് അനാലിസിസ്, ഒരു സയൻറ്റിഫിക് ടേമാണ്. ഈ ഒരു സോർട്ട് അനാലിസിസ് നടത്താതെ ചാടി വീണ് പുതിയ ഡാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പണിയാൻ തുടങ്ങിയാൽ ഇതെങ്ങനെയാണ്, എവിടെയാണ് ചെന്ന് നിൽക്കുക? ഇതെങ്ങോട്ടാണ് ഈ വണ്ടി ഓടുന്നത്? ആരുടെയാണ് താല്പര്യം? അത് സർക്കാരുകൾക്ക് ഒരു തലവേദന തീർക്കാൻ വേണ്ടിയിട്ടോ, ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടോ, അതോ ഈ 450 കോടി എന്ന് പറയുമ്പോൾ പണിത് വരുമ്പോൾ ഒരു 4000 കോടി ആകും. അങ്ങനെ ആകുമ്പോൾ അതിൽ കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങാനുള്ള ഷർട്ടടിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കരാർ നേതൃത്വമാണോ ഇതിൻ്റെ പിന്നിൽ? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഞാൻ ഡാം വേണമോ വേണ്ടയോ എന്നുള്ള അഭിപ്രായക്കാരനല്ല. സാങ്കേതികമായി ഞാൻ അഭിപ്രായം പറയുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ പറയും. ഇവിടെ പറയുന്നത് പുതിയ ഡാം വന്നാൽ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ സോർട്ട് അനാലിസിസ് നടത്തിയിട്ടുണ്ടോ? ഇതിൻ്റെ ശരി തെറ്റുകൾ ആരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ശരി തെറ്റുകൾ വിലയിരുത്തിക്കൊണ്ട് പുതിയ ഡാമിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ
തമിഴ്നാടും സെൻട്രൽ വാട്ടർ കമ്മീഷനും കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും കൂടിയുള്ള ഒരു സംയുക്ത കമ്മിറ്റിയാണോ അല്ലെങ്കിൽ സംയുക്തമായിട്ടൊരു ടീമാണോ ഈ പ്രപ്പോസൽ തയ്യാറാക്കിയിരിക്കുന്നത് പുതിയ ഡാമിൻ്റെ? ഇതറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അല്ലാതെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ആ ഡാമിന് പ്രശ്നം വരുമെന്ന് പറയുമ്പോൾ എന്നോ നടക്കാൻ സാധ്യതയുള്ള, ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ലാത്ത, അനന്തമായി നീണ്ടുപോകാൻ സാധ്യതയുള്ള, ചിലപ്പോൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു മോഹമായിട്ടുള്ളൊരു പ്രോജക്റ്റ് കൊണ്ടുവച്ച് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ റെഡിയായിരിക്കുള്ളൂ, ഇനിയിപ്പം നമുക്ക് ഡാം വരും പുതിയത് എന്ന് പറഞ്ഞ് നിങ്ങൾ പഴയ സ്ഥലത്ത് വളരെ ഭീഷണിയോടുകൂടിയും ആശങ്കയോടുകൂടിയും കൃത്യമായി കിടന്നുറങ്ങിക്കോളൂ, പുതിയ ഡാം വരും എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇതിന് പരിഹാരം ഉണ്ടാവുക? അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി പുതിയ ഡാം എന്ന് പറയുന്ന കൺസെപ്റ്റ് വയ്ക്കുന്നവർ തന്നെ ഇതിന് ഉത്തരം പറയണം. വളരെ ഗൗരവമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായി ഇത് ഉത്തരം പറയണമെന്ന് പറയുമ്പോൾ ആരെയെങ്കിലും വെല്ലുവിളിക്കാനോ സർക്കാരിനെ എതിർക്കാനോ ഒന്നുമല്ല. ഏത് സർക്കാരായാലും സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ചിന്തയിലേക്കാണ് നമ്മൾ ഈ വിഷയം കൊടുക്കുന്നത്. സിസ്റ്റം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇങ്ങനെ വളരെ കൃത്യമായൊരു വിഷൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ ഒരുപാട് വകുപ്പുകളിൽ വിഷൻ പരിപാടികൾ നടക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭാവി എന്താണ്, വിഷൻ എന്താണ്?